ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ്.സിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-നെതിരെ 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ പഞ്ചാബിന്റെ താരമായ എസിക്കിയേൽ വിദാലിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. 2 യെല്ലോ കാർഡുകൾ വഴങ്ങിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ്. എന്തെന്നാൽ അടുത്ത മത്സരം പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് കളിക്കുക. ആ മത്സരത്തിൽ വിദാലിന് കളിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ലൂക്ക മജിസൺ ഈ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ യെല്ലോ കാർഡുകളുടെ എണ്ണം നിശ്ചിത കണക്കിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടുത്ത മത്സരം നഷ്ടമാകും, സസ്പെൻഷനാണ്. ലൂക്ക മജിസനും അടുത്ത മത്സരം കളിക്കില്ല എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവരുടെ വിദേശ താരങ്ങളായ ഫിലിപ്പ്, നോവോസെലിച്ച് എന്നിവർ പരിക്കിന്റെ പിടിയിലാണ്. അതായത് ഈ താരങ്ങൾക്കും അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു വിദേശ താരമായ ബെക്കേങ്ക ഇപ്പോൾ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ താരങ്ങളെയൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർക്ക് ലഭ്യമാവില്ല. ഒരൊറ്റ വിദേശ താരത്തെ വെച്ചുകൊണ്ട് കളിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ പഞ്ചാബിന് വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളാണ് വിദാലും മജിസനും ഒക്കെ. അവർക്ക് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ഏതായാലും ജനുവരി 5-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്.സിയും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം വരുന്നത് ജംഷഡ്പൂർ എഫ്.സിക്കെതിരെയാണ്. അതിനുശേഷമാണ് പഞ്ചാബിനെതിരെയുള്ള ഈ മത്സരം വരുന്നത്. ആദ്യപാദ മത്സരത്തിൽ അഥവാ കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ പഞ്ചാബിന് സാധിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.